خزانة العلم من كانت تثقله يمشي بها خاليا مقدار أثقالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رزانة ഭാഗം 55. والفقر نار وفيه المرء يهترق إذا تنفس منه تخرج النار. لو قال للميت ذو فقر أموت فخذ فقري وعيش في الدنا فالموت يختار. والفقر ദാരിദ്ര്യം നാറുൻ തീ പോലെയാണ്. വഫീഹാ തീയിൽ അൽമർഉ യഹ്തരിഖു മനുഷ്യൻ കരിയും. ഇദാ തനഫസ മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്താൽ മിൻഹു തഖ്റുജു അന്നാറു തീ ദരിദ്രനിൽ നിന്ന് പുറപ്പെടുന്ന തീ. ലൗ ഖാല ലിൽ മൈതി ദൂ ഫഖരിൻ അമൂതു ഫഖുദ് ഫഖരി വഇശ് ഫിദ്ദുനാ ഫൽമൗത യഖ്താറു. ലൗ ഖാല ലിൽ മയ്യിതി മരണം അടുത്തവനോട് പറഞ്ഞാൽ ദൂ ഫഖരിൻ ദാരിദ്ര്യമുള്ളവൻ അമൂതു ഞാൻ മരിക്കാം ഫഖുദ് അതിനാൽ നീ പിടിക്കുക ഫഖരി എൻ്റെ ദാരിദ്ര്യത്തെ നീ പിടിക്കുക വഇശ് ഫിദ്ദുനാ ഇഹലോകത്ത് നീ ജീവിക്കുകയും ചെയ്യുക. ഫൽ മൗത അപ്പോൾ മരണത്തെ യഖ്താറു മരണം അടുത്തവൻ തെരഞ്ഞെടുക്കും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ദാരിദ്ര്യം കരിച്ചു കളയുന്ന തീ പോലെയാണ്. അത് കാരണം ദരിദ്രന്റെ മനസ്സ് വിഷമം നിറഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളമെന്നാൽ അവൻ ശ്വാസോച്ഛ്വാസം വിട്ടാൽ തീയാണ് പുറപ്പെടുക. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവതിനേക്കാൾ നല്ലത് മരണമാണെന്ന് വരെ അവൻ ധരിക്കും. മരണം ആസന്നമായ വ്യക്തിയോട് ഒരു ദാരിദ്ര്യൻ എൻ്റെ ദാരിദ്ര്യം നീ ഏറ്റെടുക്കുക, അങ്ങനെ നീ ജീവിക്കുക, ഞാൻ മരണപ്പെട്ടോളം എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായവൻ മരണത്തെയാണ് തിരഞ്ഞെടുക്കുക. ദാരിദ്ര്യത്തെക്കാൾ ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. ദാരിദ്ര്യം തീ പോലെ തന്നെ അപകടമാണ്. അതുകൊണ്ട് തന്നെ നാം അതില്ലാതിരിക്കാൻ കാവൽ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ തേടിയിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തേടിയിരുന്നു. ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തഅവ്വദൂ ബില്ലാഹ് മിൻ ജഹദിൽ ബലാഇ വദർഖി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതതിൽ അഅദാ. നിങ്ങൾ അല്ലാഹുവിനോട് ദാരിദ്ര്യത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്നും, മോശമായ വിധി ഉണ്ടാവലിൽ നിന്ന്, ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ അവസരം നൽകുന്നതിൽ നിന്നും കാവൽ ചോദിക്കുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ ചില ചീത്ത ചിന്തകളും മനസ്സിൽ കടന്നു വരും. അല്ലാഹുവിനെ കുറിച്ചുള്ള ചീത്ത ധാരണ വന്നേക്കാം. അപ്പോൾ പിന്നെ കുഫറിൽ എത്തിപ്പെടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്,
കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റാ, ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കാൻ അടുത്താവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ദാരിദ്ര്യത്തെ തൊട്ടും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. തന്നതിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന മാസമാണ്. കൂടുതൽ സന്തോഷിക്കാനും ധാരാളം സ്വലാത്ത് ചൊല്ലാനും ആ ഹബീബിനെ അധികമായി സ്നേഹിക്കാനും അവിടത്തേക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ ഓതാനൊക്കെ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇരുലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തിരുമാറാകട്ടെ. ക്ലാസ് കേൾക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.